ആരാ? എന്തു വേണം? എവിടുന്ന് വന്നതാ? എന്തു വേണമെന്നാ ചോദിച്ചേ? ഇവിടെ നിൽക്കി, ഞാൻ കൊച്ചമ്മയോടൊന്ന് ചോദിച്ചിട്ട് വരാം. നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കൊച്ചമ്മ. കൊച്ചമ്മേ, കൊച്ചമ്മ ഒരു കൂട്ടര് കാണാൻ വന്നിട്ടുണ്ട്. അതറിയില്ല കൊച്ചമ്മേ, കുറച്ച് ദൂരെന്ന് തോന്നുന്നേ. അതൊക്കെ അവരോട് പറഞ്ഞു നോക്കി കൊച്ചമ്മ, പക്ഷെ അവര് കേൾക്കുന്നില്ല. ശരി കൊച്ചമ്മേ. ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ഒന്നും അറിയാത്തത് പോലെ ഇരിക്കുന്നുണ്ടല്ലേ കൊച്ചമ്മേ? ദാ ഇവരാ വന്നത്. ആരാ? എന്ത് വേണം? ഞങ്ങൾ കുറച്ച് ദൂരേന്നാ. അതൊന്നും എനിക്ക് അറിയണ്ട. നിങ്ങൾ എന്തിനാ വന്നേന്നാ ഞാൻ ചോദിച്ചേ. ഞങ്ങൾ കുറച്ച് രഹസ്യമായി സംസാരിക്കണം. ഇയാളോട് പോവാൻ പറ. അത് കൊള്ളാലോ. ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്നിട്ട് എന്നോട് രഹസ്യമായിട്ട് സംസാരിക്കണമെന്നോ? അവനിവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ പറയാനുള്ള പറഞ്ഞിട്ട് അറിയി പോവാൻ നോക്ക്. ഞങ്ങൾക്ക് സംസാരിക്കുന്നത് മീനുവിനെ കുറിച്ചാ. മീനുവിനെ കുറിച്ച്? ഏത് മീനുവിനെ കുറിച്ച്? 15 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ കൊന്ന്. എടാ താൻ ചെല്ലേ, ഞാൻ വിളിക്കാം. ശരി കൊച്ചമ്മേ. പറ, എന്താ നിങ്ങൾക്ക് അവളെ കുറിച്ച് പറയാനുള്ളത്? ഓഹോ, അപ്പൊ നീ മറന്നിട്ടില്ല. ദേ നോക്ക്, എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണം. ജീവനോടെ രണ്ടിവിടുന്ന് പുറത്തിറങ്ങില്ല, കേട്ടല്ലോ? എനിക്കറിയാടി, അല്ലെങ്കിൽ കൊല്ലന് നിനക്കൊരു പുത്തരിയല്ലാതെ. അല്ലെങ്കിൽ ജീവനോടെ വിടില്ല രണ്ടു നീ. ഈ കുസുമത്തിന്റെ അടുത്ത് ഒരു പോലീസും കോടതി ഉണ്ടാവില്ലടി. പോലീസും കോടതിയും ഒക്കെ ഈ കുസുമമ്മ ഇന്ന് വരെ, ഇനി അങ്ങോട്ടും. നിന്നെ ജയിൽ കമ്പി എണ്ണിച്ചിട്ടാണ് ഞാൻ അടങ്ങുള്ളൂ. ഒരു കുടുംബത്തോട് നീ ചെയ്ത ക്രൂരത ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. വാ മോളെ, നടക്ക്. എന്താ മേഡം, ഞങ്ങളെ വിളിച്ചോ? ഈ ചേച്ചിക്ക് എന്തൊക്കെയോ അറിയണം, നീ ഒന്ന് അറിയിച്ചു കൊടുത്തേ. അതിനെന്താ മേഡം? എന്താടി, എന്താ നിനക്ക് അറിയാനുള്ളത്? എനിക്കറിയാനുള്ളത് നിന്നോടല്ല, ഈ ശ്രീയോടാ. ഇനി അമ്മയും മോളെ അറിയിക്കാനുള്ളതൊക്കെ അറിയിച്ചിട്ടേ വിടുള്ളൂ ഇവിടുന്ന്. എന്നെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്നെ വിടാനാ പറഞ്ഞേ. അതെടി, മീനുവിനെ കൊന്നത് ഞാനാ, അവളെ കുടുംബത്തെ ഇല്ലാതാക്കിയത് ഞാനാ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്ന് കേൾക്കട്ടെ. അമ്മേ, മാപ്പ് പറ അമ്മേ, നമുക്ക് ഇവിടുന്ന് പോവാം അമ്മേ. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. എടാ മക്കളെ, അവൾക്ക് വേണ്ടതങ്ങ് കൊടുത്തേക്ക് ഇപ്പൊ തന്നെ. അതിനെന്താ കൊച്ചമ്മേ, ഞാൻ ഇതാ കൊടുക്കുന്നു. നിന്റെ പണി തുടങ്ങിക്കോടാ. ശരി കൊച്ചമ്മേ. നീക്ക് എന്ത് ചെയ്യടാ? കൂടി പോയ തല്ലും, വേറൊന്നുമില്ലല്ലോ. എന്റെ ജീവൻ പോയാലും ഞാനത് പറയില്ലടാ. എടി നിന്നെ ഞാൻ. എനിക്കളിക്കടാ, എന്നെ അടിക്കടാ. അതെവിടുന്ന ഒരു ശബ്ദം? നോക്കി നിൽക്കാതെ രണ്ടെണ്ണത്തിന് മോദക്കിട്ട് കൊടുക്കടാ. ശരി കൊച്ചമ്മേ. എടി നിന്നെ ഞാൻ. വേണ്ട, എന്നൊന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത്, ഞാൻ പോയിക്കോളാം. എന്റെ മോളെ
ഇല്ലടി, നീ എന്ത് ചെയ്യും? നിന്നെ പോലത്തെ എത്ര എണ്ണത്തിനെ കണ്ടതാടി ഞാൻ. എടി നിന്നെ ഞാൻ. എടി നിന്നെ ഞാൻ. അയ്യോ ചേച്ചി, ഞാൻ പോയിക്കോളാവേ ചേച്ചി. വീട്ടിലെ അമ്മയും പെങ്ങളൊക്കെ ഉള്ളതാ ചേച്ചി. എന്നെ വീട് ചേച്ചി. ഒരു ശരീരം കിട്ടാതെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയില്ല. അത് വേണ്ട, ആർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ കാരണം ഉണ്ടാവരുത്. ഒരു ബുദ്ധിമുട്ടില്ല മീനു, നീ എന്റെ ശരീരത്തിൽ കേറ്. വാ. അവളുടെ അമ്മയെ പറയുന്നത് മോൾ അവളുടെ ശരീരത്തിൽ കേറിക്കും. എന്നിട്ട് മോൾ എല്ലാ കണക്കുകളും തീർത്തിട്ട് മോളെ പുറത്ത് വന്നാ മതി. ഞാനും ഒരു അമ്മയാ, എനിക്കറിയാം നിന്റെ വിഷമം. അമ്മേ, മീനു വാ. അമ്മേ, ആ സ്വാമി അറിഞ്ഞാൽ എല്ലാം പ്രശ്നത്തിലാവും. അമ്മ നോക്കിക്കോളാം മോളെ, നീ പേടിക്കണ്ട. മാഡം, എന്താണ് നിനക്ക് കിട്ടിയത്? പോരെ. അതല്ല മാഡം, ബാഗ്. മോളോട് അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. അമ്മ ആദ്യമായിട്ട് ഇങ്ങനെ പറന്നടിക്കുന്നേ. വാ അമ്മേ, നടക്ക്. എനിക്കതെല്ലാം മനസ്സിലാവാതെ അവരെന്നെ എന്തിനാ വെറുതെ വിട്ടത്? എന്താ അവരുടെ ഉദ്ദേശം? എന്തോ ഉണ്ട്, അല്ലാതെ എന്നൊന്നും ചെയ്യാതെ ആ സ്ത്രീ പോവില്ല. കണ്ടുപിടിച്ചേ പറ്റൂ. അവരുടെ വീട് എവിടെയാ, അവരുടെ സ്ഥലം എവിടെയാന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കാണിച്ചു തരാം ഈ കുസുമം ആരാന്ന്. ഈ കുസുമത്തിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു?